ചേട്ടാ, നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരാത്ത ഒരു വാർത്തയുണ്ട്, അതിന്ന് പങ്കുവെക്കാമെന്ന് പറഞ്ഞല്ലോ. അതും പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. എന്തായിരുന്നു അത്? ഒരുത്തന്നെ തട്ടിയ വാർത്തയാണ്. അല്ല, തട്ടിയ വാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ചിരിക്കുന്നത് മോശമാണെന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ ചിരിക്കും, ഞാൻ ആഹ്ലാദിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. തട്ടിയ ആളുടെ പേര് അമീർ ഹംസ, പാകിസ്ഥാനിയാണ്. അദ്ദേഹം ആരാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബ്രിഗേഡിയറാണ്. ബ്രിഗേഡിയർ എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റൊന്നുമില്ല. അതായത് കേണലിന് മുകളിലും മേജർ ജനറൽ റാങ്കിന് താഴെയുള്ള ഓഫീസറാണ്. അപ്പോൾ ഞാൻ ഈ ബ്രിഗേഡിയർ, ഈ പട്ടാളത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ വിക്കിപീഡിയ നോക്കി. വിക്കി പറയുന്നത് മിനിമം 4000 ഭടന്മാരെങ്കിലും ഒരു ബ്രിഗേഡിയറുടെ കീഴിലുണ്ടാവും. 4000 ട്രൂപ്സ്, 4 ബറ്റാലിയൻസ്, ഇതൊക്കെയാണ് ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറുടെ അണ്ടറിലുണ്ടാവുന്ന സൈന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിലെ ഈ ആമിർ ഹംസ എന്ന് പറയുന്ന ബ്രിഗേഡിയർ എത്ര പ്രബലനാണെന്ന് മനസ്സിലായല്ലോ. 4000 സൈന്യത്തിൻ്റെ അധിപനാണ്. അദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാം കൊണ്ട് കാറിൽ പോകുമായിരുന്നു. ബൈക്കിൽ വന്ന ഒരു സംഘം ആളെ തടഞ്ഞിട്ട് ഇയാളെ മാത്രം പിടിച്ചെടുത്ത് പിടിച്ചിറക്കിയിട്ട് അയാളുടെ തലയ്ക്ക് വെടിവെച്ച് കൊന്നു. ബ്രിഗേഡിയർ മിനിഞ്ഞാന്ന് പാകിസ്ഥാൻ ആർമിയുടെ ബ്രിഗേഡിയറെ. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ബ്രിഗേഡിയർ മാത്രമല്ല, ഇയാൾ ISIയുടെ എക്സിക്യൂഷൻസ് നടപ്പാക്കുന്ന ചുമതലയുണ്ടായിരുന്ന ബ്രിഗേഡിയർ കൂടിയായിരുന്നു. അപ്പോൾ അയാൾ കൊല്ലപ്പെട്ടതിൽ നമ്മൾ എന്തിനു ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പുറകോട്ട് പോകണം. 2018 ഫെബ്രുവരി 9 പോകണം. 2018 ഫെബ്രുവരി 9 എന്ന് പറയുന്ന തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഭീകരവാദിയെ ഇന്ത്യ ഗവൺമെൻറ് കോടതി വിധി അനുസരിച്ച് തൂക്കിലേറ്റിയ ദിവസമാണ്. അഫ്സൽ ഗുരു എന്താ ചെയ്തത്? ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ആക്രമണം നടത്തിയ ആക്രമണകാരികൾക്ക് ഡൽഹിയിൽ താമസ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് അഫ്സൽ ഗുരുവാണ്. ഈ പാകിസ്ഥാനിൽ നിന്നവർക്ക്. അതിന് ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പ് അഫ്സൽ ഗുരുവും ഈ പാകിസ്ഥാൻ സൈന്യം പരിശീലിപ്പിച്ചു വിട്ട തീവ്രവാദികളും തമ്മിലുള്ള ടെലഫോൺ സംഭാഷണം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ പിടിച്ചെടുത്തത്. ഇങ്ങനെ സാഹചര്യ തെളിവുകളെല്ലാം വെച്ചിട്ടാണ് അഫ്സൽ ഗുരുവിനെ വിചാരണ ചെയ്ത് ജില്ലാ കോടതി, ഹൈക്കോടതി, ഒടുവിൽ സുപ്രീം കോടതി വിചാരണ ചെയ്ത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്. അതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് തൂക്കിലിടുമെന്ന് പറഞ്ഞില്ല. തൂക്കിലിട്ടതിന് ശേഷമാണ് തൂക്കിലേറ്റിയെന്ന് അറിയിച്ചത്. അതിനുശേഷം ആ ജഡം വിട്ടുകൊടുത്തില്ല. ആ ജയിൽ വളപ്പിൽ തന്നെ സംസ്കരിച്ചു. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് ഒസാമ ബിൻ ലാദനെ ലാഹോറിൽ പോയിട്ട് പാകിസ്ഥാനിൽ ചെന്ന് ഓപ്പറേഷൻ ജെറോണിമോ എന്ന് പറയുന്ന ഒരു സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ട് പോയി ചെയ്തു. ഇങ്ങനെ തന്നെ കൊന്ന് ചാരമാക്കി കടലിലൊഴുക്കി എന്നാണ് ഒരു വെർഷൻ. ഇപ്പോഴും അതിൻ്റെ ക്ലാസിഫൈഡ് അല്ല, അത് ഡീക്ലാസിഫൈ ചെയ്ത് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാം. ഏതായാലും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ബിൻ ലാദൻ്റെ. അതുപോലെ ഇവരെയൊക്കെ ഭാവിയിൽ വിശുദ്ധന്മാരായി വാഴ്ത്തി കൊണ്ടാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ അഫ്സൽ ഗുരു നിരപരാധിയാണ്, അയാളെ തൂക്കിലിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് അരുന്ധതി റോയി ഉൾപ്പെടെയുള്ള ആളുകളുടെ രംഗത്ത് വന്നത്. നമ്മുടെ CPM പോലും അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷയുടെ കാര്യത്തിലൊക്കെ വലിയ പ്രക്ഷോഭം, സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരാട്ടോ ഒക്കെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇയാളെ തൂക്കിലിട്ട അതറിയാലോ, ഈ പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിലിട്ട ദിവസമാണ് ഫെബ്രുവരി 9. തീവ്രവാദികൾക്ക് പ്രിയപ്പെട്ട ദിവസമാണ്. ഈ ഫെബ്രുവരി 9 നമ്മുടെ കാശ്മീരിൽ സജ്വാൻ ക്യാമ്പിൽ, ജമ്മു കാശ്മീരിൻ്റെ ലൈറ്റ് ഇൻഫൻട്രിയുടെ ബറ്റാലിയൻ്റെ ക്യാമ്പാണ്. ക്യാമ്പിലെ ക്വാർട്ടേഴ്സിലേക്ക് ഒരു സംഘം തീവ്രവാദികൾ നുഴഞ്ഞു കയറി. AK-47 തോക്കുമൊക്കെ ആയിട്ട് കയറിയിട്ട് ഉറങ്ങിക്കിടന്ന ആളുകളെ വെടിവെച്ച് കൊന്നു. 6 പട്ടാളക്കാരും ഒരു സിവിലിയനും ഉൾപ്പെടെ മരിച്ചു. 20-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. അത് ആക്രമണം നടന്ന് ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൻ്റെ വാർഷികത്തിന്. അതാണ് ഇതിനകത്തെ ഒന്നാമത്തെ എപ്പിസോഡ്. ഈ ഒന്നാമത്തെ എപ്പിസോഡ് 2019 മാർച്ച് 5 വാലിയിലെ അനന്തിപുരയിൽ നമ്മുടെ സൈന്യം പറയുന്നത് നടത്തി. ഈ സുഞ്ജുവാൻ അറ്റാക്കിന് നേതൃത്വം കൊടുത്ത ലഷ്കർ-ഇ തോയ്ബ നേതാവ് കമാൻഡറായ മുഫ്തി വഹാബിനെ വളഞ്ഞ് വെടിവെച്ചു കൊന്നു. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ലഷ്കർ കമാൻഡറെ
സൈന്യം വെടിവെച്ച് കൊന്നു. എത്രയാണ്? 2019 മാർച്ച് 25. തീർന്നില്ല. 2013 നവംബറിൽ മറ്റൊരു സംഭവം നടന്നു. പാകിസ്ഥാനിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ എന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീർ, പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന നമ്മുടെ കാശ്മീർ, അതാണല്ലോ POK. POKയിലെ നീലം താഴ്വരയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ അജ്ഞാതർ ഒരു വീട് ആക്രമിച്ച് ഒരാളെ പിടിച്ചുകൊണ്ടുപോയത് ISIയുടെ ഏറ്റവും അടുത്തായ ലഷ്കറിൻ്റെ ഒരു കമാൻഡറായിരുന്ന മിയ മുജാഹിദായിരുന്നു. പാകിസ്ഥാൻ ഞെട്ടിപ്പോയി. അതായത് അതീവ സുരക്ഷയിൽ സൈന്യം പാർപ്പിച്ചിരുന്ന ISIയുടെ വേണ്ടപ്പെട്ട ആളായ മിയ മുഹമ്മദിനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി. പാകിസ്ഥാനിൽ അരിച്ചു പൊറുക്കി തെരച്ചിൽ നടത്തി, കിട്ടിയില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. മിയ മുജാഹിദിൻ്റെ തലയില്ലാത്ത ജഡം, അതും അജ്ഞാതം ചെയ്തതാണ്. പറഞ്ഞ സൈനിക ക്യാമ്പ് ആക്രമണത്തിൽ സൂത്രധാരർ ആരൊക്കെയാണെന്ന് കൃത്യമായ ഇൻപുട്സ് ഇന്ത്യൻ ഏജൻസികളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽപ്പെട്ട 2 പേരാണ് ഇപ്പോൾ മിയ മുഹമ്മദ് ഉൾപ്പെടെ മുഫ്തി വഖാസും മിയ മുജാഹിദും. ഇവർ 2 പേരെയും അജ്ഞാതർ കൊന്നു. കാരണം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നമ്മുടെ സൈനിക ക്യാമ്പിൽ ആക്രമണം നടത്തിയെന്ന് ബോധ്യമുള്ള മുഫ്തി വഖാസിനെയും മിയ മുജാഹിദിനെയും കൊന്നത് അജ്ഞാതരാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി അന്നു മുതൽ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് ആമിർ ഹംസ. ഈ സൈനിക ക്യാമ്പിൻ്റെ ആക്രമണത്തിന് ISIക്ക് വേണ്ടി ഓപ്പറേഷൻസ് നടത്തി നിശ്ചയിച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്ത ആളായിരുന്നു പാകിസ്ഥാൻ്റെ ഈ ബ്രിഗേഡിയറാണ് മിനിഞ്ഞാന്ന് അജ്ഞാതർ കാറ് തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊന്നത്. അത് വാഹനം തടഞ്ഞ് പുറത്തിറക്കി വെടിവെച്ച് കൊല്ലുമായിരുന്നു. ആര് കൊന്നു? അജ്ഞാതനായി. അതിനു മുമ്പ് വന്നതാരാ? അതും അജ്ഞാതൻ. അതിനു മുമ്പ് സൈന്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു നെക്സസ് നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അജ്ഞാതർ എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ശത്രുക്കൾ ചെങ്കോട്ടയിൽ നമ്മുടെ ദേശീയ പതാക താഴ്ത്തിയിട്ട് ഖലിസ്ഥാൻ കൊടികെട്ടിയ ആളെ കാനഡയിൽ പോയി കൊന്നു. വേറൊരുത്തനെ കൊന്നതിൻ്റെ പേരിലുള്ള വിവാദം തീരുന്നില്ല. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വഷളായിക്കൊണ്ടിരിക്കുക. അയാളുടെ ചരമവാർഷികം കനേഡിയൻ പാർലമെൻറ്റ് ഒരു നിമിഷം മൗനം ആചരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതിന് കൂടാതെ മറ്റൊന്നുകൂടെ അവർ ചെയ്തു. അടുത്ത ദിവസം നമ്മുടെ കനിഷ്ക ദുരന്തത്തിൻ്റെ വാർഷികത്തിന് അവർ ദുഃഖാചരണം നടത്തുമെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഒരു മറുപടി എന്ന നിലയിൽ ചെയ്യും എന്ന് പറഞ്ഞു. അത് ആ കനിഷ്ക ദുരന്തം നമ്മുടെ വിമാനം ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രതികാരമായി നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം തകർത്തതാണ്. അതിൽ കൊല്ലപ്പെട്ടതിൽ ഭൂരിപക്ഷവും കനേഡിയൻ പൗരന്മാരായിരുന്നു, കാനഡക്കാരായിരുന്നു. അപ്പോൾ ഏതായാലും ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ആയുധത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് കാനഡ സർക്കാർ. എന്നിട്ടും അവർ ഖലിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കനേഡിയൻ പാർലമെൻറ്റിൽ ഇപ്പോഴത്തെ സർക്കാർ തുടരുന്നത് സിഖ് വംശജരായ ആളുകളുടെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് വേറെ മാർഗ്ഗമില്ല എന്നാണ് ഒരു വെർഷൻ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമ്മുടെ വിഷയം. നമ്മൾ പറയുന്നത് അജ്ഞാതർ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി തട്ടുന്ന പരിപാടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ പത്രങ്ങളിൽ വാർത്തയാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലായി. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ശത്രുക്കളെ നമ്മൾ പലപ്പോഴും പറയുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മൾ ഹജ്ജ് ദുരന്തം നിർഭാഗ്യവശകരമായ ഒരു ദുരന്തമാണ്. ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് നമ്മുടെ ആളുകളൊക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വലിയ ചൂട് 52 ഡിഗ്രി വരെയുള്ള ചൂടിൽപ്പെട്ട് മനുഷ്യൻ ഈയാൻ പറ്റകളെ പോലെ മരിച്ചു പോകണം. 1000-ഓളം പേർ മരിച്ചു. അതിൽ 100 പേർ ഇന്ത്യക്കാരാണ്, അത് മലയാളികളും ഉണ്ട് എന്ന് പറയുന്നു. മരിച്ചവരുടെ വിവരങ്ങളോ അവർ മരിച്ച ആളുകളുടെ ബോഡി കൊണ്ടുവന്നതോ ഒന്നും നമ്മുടെ നാട്ടിൽ വാർത്തയല്ല. ഇങ്ങനെ ദുരന്തമുണ്ടായി എന്ന് പോലും മലയാള പത്രങ്ങളിൽ, മലയാള ചാനലുകളിൽ, ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ ചെയ്യുന്നുണ്ട്. BBC ഉൾപ്പെടെയുള്ള ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശ മാധ്യമങ്ങളൊക്കെ അതെ, ഹീറ്റ് വേവിൻ്റെ ഉഷ്ണതരംഗത്തിലൂടെ ഇത്രയേറെ ആളുകൾ മരിച്ചതിനെക്കുറിച്ച് വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ തന്നെ ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും മലയാളത്തിലെ വിഷ്വൽ മീഡിയയും പ്രിൻ്റ് മീഡിയ അറിഞ്ഞിട്ടില്ല. നമ്മളാണ് അത് സംബന്ധിച്ച് ആദ്യത്തെ ഒരു വീഡിയോ ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഹജ്ജ് എന്തായാലും കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത് വാർത്തയാവുന്നില്ല. സർക്കാരിൻ്റെ വീഴ്ചയൊന്നുമല്ലല്ലോ, ഇതൊരു പ്രകൃതിയുടെ ഒരു. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് വാർത്തകൾ കൊടുക്കാതിരിക്കുക, ചില വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സംസ്കാരമോ ഫാഷനോ ഒക്കെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനകത്ത്
ഒന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ വിക്റ്റിമാവുന്നത് ഇന്ത്യ വിരുദ്ധരായതുകൊണ്ടാണ്. ഇന്ത്യ വിരുദ്ധരായ ആളുകൾ പ്രതികളായാൽ അവരെവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് പറയത്തില്ല. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ നേരിട്ടല്ല വളഞ്ഞ വഴിക്കെങ്കിലും ഒന്ന് മുട്ടിയാൽ അതും വാർത്തയാവത്തില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു ദുരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇയാളുടെ ഈ ആമിർ ഹംസയുടെ മരണം, പാകിസ്ഥാനിലൊരു ബ്രിഗേഡിയറെ അത് നോക്കണം, അയാളുടെ വണ്ടി തടഞ്ഞിട്ട് ഈ തീവ്രവാദികളൊക്കെ ചെയ്യുന്ന പോലെ അല്ല. എത്ര ഡീസൻ്റാണ് ഈ അജ്ഞാതൻ എന്നറിയാമോ? വന്ന് ഓടുന്ന കാറിന് ചെറുപറ വെടിവെക്കല്ല, വണ്ടി തടഞ്ഞു നിർത്തി അയാളുടെ ഭാര്യയും മക്കളുണ്ട്, ഇയാളെ മാത്രം പുറത്തിറക്കി ഇയാളെ മാത്രം കൊന്നു. പക്ഷേ തീവ്രവാദികൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ റോക്കറ്റ് വിടും, ആ വണ്ടിയിൽ പോകുന്ന എല്ലാവരെയും കൊല്ലും. അതെ, ഈ അജ്ഞാതൻ ഒരു ഡീസൻ്റ് അജ്ഞാതനാണ്. അയാൾ ശത്രുവായ ആളെ മാത്രം തിരഞ്ഞു പിടിച്ചു, അയാളെ തീർത്തു, ബാക്കിയുള്ളവരുടെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഈ മരിച്ച ആൾക്ക് അറിയാം ആരാ കൊന്നേന്ന് അല്ലേ? അറിയാമായിരിക്കാം, നമുക്കറിയാമല്ലോ ആരാണെന്നുള്ളത്. പക്ഷേ നമുക്ക് ചില ഊഹങ്ങളുണ്ട്, അജ്ഞാത നീ എപ്പോൾ വരും. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുകയാണേ, ഈ തെരഞ്ഞെടുപ്പിൽ മോദി എങ്ങാനും തോറ്റ് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ അജ്ഞാതൻ എന്ത് ചെയ്യുമായിരുന്നു? ഒരു വലിയ ചോദ്യമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇന്ത്യയുടെ ശത്രുക്കളെ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അജ്ഞാതൻ, പേരും നാളും ഒന്നും അറിയാത്ത അജ്ഞാതൻ. ചിലരൊക്കെ പറയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അണ്ടർ കവർ ഓഫീസർമാരാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമുക്കറിയില്ല, ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുമില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അല്ലെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഭരണം മാറിയിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല ഈ അജ്ഞാതൻ, ലോകത്തിൻ്റെ പേരും മുഖവുമില്ലാത്ത ഈ അജ്ഞാതർ ലോകത്തിൻ്റെ പല ഭാഗത്ത് കൊല്ലപ്പെടുമായിരുന്നു. പെടഞ്ഞു വീണല്ലേ? അല്ലേ? ഉറപ്പാണ്. അതാണ്. അപ്പോൾ അതാണ് വീണ്ടും ഈ കഴിഞ്ഞ 9-ാം തീയതി മോദിക്കൊപ്പം അധികാരം ഏറ്റെടുത്തത്, വീണ്ടും അധികാരം ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തെടുത്തത് അജ്ഞാതൻ കൂടിയാണ്. അജ്ഞാത നീ എപ്പോൾ വരും? ഇന്ത്യയിലും നമുക്ക് ചില അജ്ഞാതൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനൊന്നും വകുപ്പില്ല. കാരണം ഇതൊരു റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ എത്ര വലിയ ഭീകരനാണേലും എത്ര വലിയ കൊള്ളക്കാരനാണേലും അവനെ ജയിലിലടച്ച് അട്ടർച്ചിയും സൂപ്പും ഒക്കെ കൊടുത്ത് തടിച്ച് കൊഴുപ്പിച്ച് തുറന്നു വിടുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കതിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷേ വിദേശത്ത് അങ്ങനെയല്ല. അതെ, വിദേശത്ത് ഇന്ത്യയുടെ ശത്രുക്കൾക്ക് അജ്ഞാതൻ ഒരു ഭീഷണി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.